വാക്ക് ഒരു നെഗറ്റീവ് എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ പറ്റിയോ? രേണുസുതി വീണ്ടും വൈറലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രേണുസുതി വിഷയം ചെയ്യണ്ട എന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ അവരായിട്ട് ചെയ്യിപ്പിച്ച് അടങ്ങും എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ രാഹുൽ ദാസ് അതായത് കിച്ചുവിനെ വളരെ മോശമായിട്ട് പരാമർശിച്ചു. അത് കേട്ടപ്പോൾ രണ്ടെണ്ണം പറയാതിരിക്കാനും തോന്നിയില്ല. കാരണം തനിക്ക് വയ്യാതിരുന്ന സമയത്ത് കിച്ചു അന്വേഷിച്ചില്ല, വിളിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കിച്ചു പലപ്പോഴുമായി വിളിക്കാൻ ശ്രമിച്ചപ്പോൾ രേണുസുതി നമ്പർ ബ്ലോക്ക് ആക്കി ഇട്ടത് കൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാഞ്ഞത്. എന്നിട്ടാണ് ഇങ്ങനെ ഓൺലൈൻ മീഡിയയിൽ വന്ന് പരദൂഷണം പറയുന്നത്. എന്തായാലും നമുക്ക് അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. എന്റെ വളർത്ത മകനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇന്ന് എനിക്ക് പറയേണ്ട വന്നു. അത്ര ഞാൻ അനുഭവിച്ചു. ക്യാൻസർ ആയിട്ട് കിടന്നിട്ട് പോലും ഒരു നോക്ക് എന്നെ കാണാൻ വന്നു. വിഷമമുള്ളവരെ കാണാനൊക്കെ ശ്രമിച്ചതല്ലേ, നിങ്ങളായിട്ടല്ലേ അതിന് തടയിട്ടത്? ആറ് വിഷമം തീർക്കട്ടെ എന്ന്. ആറ് വിഷമം രാഹുൽ പോലും ചോദിച്ചിട്ടില്ല. ഇന്ന് വരെ വിളിച്ചു. ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടേക്കുക. പിന്നെ എങ്ങനെ വിളിക്കും? ബ്ലോക്ക് ആക്കിയിട്ടിട്ടാണ് ഇന്ന് വരെ വിളിച്ചില്ല പോലും. ഇങ്ങനെ നിങ്ങൾക്ക് കുറ്റം പറയാൻ നാണം തോന്നുന്നില്ലേ? എന്തിനാണ് ഇനി ഇതിന്റെ ഇടയിൽ കമന്റ് വരട്ടെ? എന്തിനാണെന്നാ? എന്നാലല്ലേ നിങ്ങൾക്ക് ഓൺലൈനിൽ വന്ന് ഇങ്ങനെ പരദൂഷണം പറയാൻ പറ്റുള്ളൂ. കഷ്ടം തന്നെ. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. അതിന്റെ പേര് എന്നെ തൂക്കിക്കൊല്ലുവാണ്, കൊല്ലട്ടെ എന്നെ കോടതി. കേട്ടില്ലേ? കോടതിക്ക് അതിന്റെ പേരിൽ ഇപ്പൊ തൂക്കിക്കൊല്ലാൻ നടക്കലല്ലേ പണി. ഇവരുടെ പ്രധാന ഹോബി എന്താന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഉണ്ടാക്കലായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം ഒരാൾ ഇങ്ങനെ ക്രൂശിച്ച് വീഡിയോസ് ഇടുമ്പോൾ അതിനെടുത്ത് റിയാക്ട് ചെയ്യാൻ ഒരുപാട് പേർ സോഷ്യൽ മീഡിയയിൽ കാണുമല്ലോ. അപ്പോൾ അവർക്ക് അത് വെച്ചിട്ട് ഇവരുടെ ചാനലിൽ റീച്ച് പിടിക്കാം. അത് തന്നെ എന്തായാലും ഉദ്ദേശം. പിന്നെ പണ്ട് രേണുസുതി സബ്സ്ക്രിപ്ഷൻ ഇഷ്യൂ ഏറെ വിവാദമായതായിരുന്നല്ലോ. അതിൽ രാഹുൽ ദാസ് രേണുസുതിനെ സബ്സ്ക്രിപ്ഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് എതിർത്തായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ രേണുസുതി പറയുന്നുണ്ട്. നമുക്ക് അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സമയങ്ങളിൽ ഞാൻ ഓരോന്ന് എന്റെ അക്കൗണ്ടിൽ വരുന്ന കാശ് അനുസരിച്ച് ഞാൻ അയച്ചു കൊടുക്കും. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കിട്ടിയ ഒരു എമൗണ്ട് ആണെന്ന് ബോധം ഉണ്ടാവുമല്ലോ കുട്ടിക്ക്. പിന്നെ അന്നേരം എന്താ ഇത് വേണ്ടമ്മ, ഇത് ഇതിനകത്ത് കൂടി കിട്ടിയതല്ലേ എന്ന് പറയാത്തത്? പറഞ്ഞല്ലോ, സബ്സ്ക്രിപ്ഷൻ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇതിൽ നിന്ന് എനിക്ക് കാശ് കിട്ടുന്നുണ്ട്, അല്ലാതെ മറ്റൊന്നും കാണിച്ചല്ലോ വീഡിയോസ് ഇടുന്നതെന്ന്. നിങ്ങളുടെ വീഡിയോസ് അത് തെളിവ് സഹിതം അതുൽ ബ്ലോഗ്സിലും മറ്റ് യൂട്യൂബ് ചാനലിലൊക്കെ വന്നതാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ് മെഴുകാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മേനെ എന്താണ് കാണാൻ വരാത്തെന്ന് ജനങ്ങൾ ചോദിക്കുമ്പോ ഒരു ന്യായം പറയാൻ വേണ്ടിട്ട് ഒരു മെസ്സേജ് എനിക്ക് അയച്ചു. അമ്മയെ ഹൃദപ്പം കാണുന്നതല്ലേ. അപ്പൊ ഞാൻ ഇത്രയും ആ മെസ്സേജ് തലക്കാത്ത് കുറുക്കം ബുദ്ധി തന്നെ ഉണ്ടാ. എന്തായാലും ഇവരുടെ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നിയത് കുറുക്കം വരെ തോറ്റുപോകും. കുറുക്കം വരെ വേണമെങ്കിൽ ഇവരുടെ അടുത്ത് ശിഷ്യത്വം നേടും. കാണിച്ചായിരുന്നല്ലോ സ്ക്രീൻഷോട്ട്. ഞാനപ്പോ തിരിച്ചയച്ചു, എടാ അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നില്ലല്ലോ. എത്രയോ പേര് കുടുംബത്തിൽ ഓരോ ഇപ്പം ബിക്കിനെ ഇട്ട് അഭിനയിക്കുന്ന സ്ത്രീകൾ, ഞാൻ അവരെ കുറ്റപ്പെടുത്തത്തില്ല. പണ്ടേ ഞാൻ പറഞ്ഞില്ല, അത് അവരുടെ ഇഷ്ടമാണ്. ചേച്ചിക്ക് പിന്നെ ചെയ്യുന്നതൊന്നും തെറ്റായിട്ട് തോന്നില്ല. ആ വീഡിയോസ് കണ്ടതല്ലേ, ചുണ്ട് കടിക്കുന്ന ഇഷ്യൂ, പിന്നെ തുപ്പല് കാണിക്കുന്ന ഇഷ്യൂ, അത് കണ്ട ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? എന്തായാലും കിച്ചു ഇവരൊരു സ്വന്തം അമ്മയെ പോലെ കണ്ടത് കൊണ്ടാണ് എതിർക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അവരതിനെ മറ്റൊരു രീതിയിൽ ഒടിച്ച് സോഷ്യൽ മീഡിയ പരത്തുന്നു. ഞാൻ അമ്മ അങ്ങനൊന്നും കാണിക്കുന്നില്ലല്ലോ, ഞാൻ അതൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ എന്താണ് നിന്റെ പ്രശ്നം? എനിക്ക് ഈ മാസം ഈ പൈസ ആ വീഡിയോ കണ്ട ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല, അത് ആദ്യം മനസ്സിലാക്കും. കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ ഇത്രയും തെറികേട്ട് കിട്ടുകൊണ്ട് എനിക്ക് ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ ആയില്ലേ, പൈസ ആയില്ലേ എനിക്ക്. കേട്ടില്ലേ? ചേച്ചിക്ക് തെറി കേട്ടാലും കുഴപ്പമില്ല, കാശ് മാത്രം മതി. പക്ഷെ അതുപോലെയല്ല മക്കളുടെ അവസ്ഥ. നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഓരോ കോമാളിത്തരത്തിനും അനുഭവിക്കേണ്ടി വരുന്നത് വിതപ്പനും കിച്ചുവുമായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. കാരണം നിങ്ങൾ അവരുടെ ഭാവി കളഞ്ഞ് എന്തൊക്കെ സാമ്രാജ്യം കീഴടക്കി എന്ന് പറഞ്ഞാലും അതിലൊരു കാര്യവുമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ രേണുസുതി പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഒരു യൂട്യൂബർ 68 ലക്ഷം രൂപ രേണുസുതിയുടെ കണ്ടന്റ് വെച്ച് മാത്രം ഉണ്ടാക്കിയത്. നമുക്ക് അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ചീത്ത പറഞ്ഞ് തെറി പറഞ്ഞ് ആ ഒരു കണ്ടന്റ് റീച്ച് ആക്കിയിട്ട് എന്താണ് അവർക്ക് ഇതിനകത്തൂടെ കിട്ടുന്നതെന്ന് വെച്ചാൽ പൈസയാണ് കിട്ടുന്നത്. 68 ലക്ഷം രൂപയോളം കുറച്ച് മയത്തി തള്ളു. 68 ലക്ഷമോ ചിലപ്പോൾ 6.8 ലക്ഷം ആയിരിക്കും. അവർക്ക് 68 ലക്ഷം രൂപ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. വല്ല ബെൻസ് ഓടിയിലൊക്കെ നാട് മൊത്തം കറങ്ങി നടക്കാലോ. മാസ്ത്രി ഉണ്ടാക്കിയെന്നാണ് ഞാൻ തെളിവ് സഹിതം പറഞ്ഞത്. ആ തെളിവൊന്ന് നിരത്താമോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. കാര്യം ഞാൻ ഞെട്ടിപ്പോയി. എന്നെ സത്യം പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന കള്ളം കേട്ടിട്ടാണ് ഞങ്ങൾ ഞെട്ടിപ്പോയത്. 68 ലക്ഷം, പിന്നെ അവരെന്നെ വെറുതെ വിടുവോ? കേട്ടില്ലേ? 68 ലക്ഷം അങ്ങോട്ട് തള്ളി മറിക്കുക. എന്തായാലും ഇവർ പണ്ടേ തള്ളി മറിക്കാൻ മിടിക്കുകയാണല്ലോ. വല്ല രാഷ്ട്രീയത്തിൽ നിർത്തിയിരുന്നെങ്കിൽ വായ്ത്താളം വെച്ച് എന്നെ രക്ഷപ്പെട്ടു പോയാനെ. പിന്നെ ഈ ഇന്റർവ്യൂവിലെ കീ എലമെന്റ് എന്ന് പറയുന്നത് ആങ്കർ ചോദിച്ചൊരു വൃത്തികെട്ട ചോദ്യമാണ്. അതായത് രേണുസുതിയെ കിച്ചു ഗർഭമാക്കിയോ? അങ്ങനെ ഒരു ചോദ്യത്തിന് തന്നെ പ്രശസ്തിയില്ല. എന്തായാലും രേണുസുതി അതിനോട് പ്രതികരിച്ച രീതിയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല.
അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. അയ്യോ, ചിരി അങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ലല്ലേ. ആ ചോദിച്ച ചോദ്യത്തിന് ഇങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത്. നിങ്ങൾ തന്നെയല്ലേ പറയുന്നത് കിച്ചുവിനെ സ്വന്തം മകനെ പോലെയാണ് കണ്ടതെന്ന്, എന്നിട്ടാണ് ഇങ്ങനെ കിടന്ന് കിളിക്കണത്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ ചോദ്യം ചോദിച്ച ആങ്കറിന്റെ മുഖത്തിട്ട് നോക്കി ഒരെണ്ണം കൊടുക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവന്റെ വീട്ടിലെ ഈ വ്ളോഗറിന്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കും അവനവന്റെ വായിലൂടെ സംസാരിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അയ്യോ, ആ ചിരി കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് പിറഞ്ഞ് കയറണുണ്ട്. കൊറേ പോസിറ്റീവ് കമന്റ്സ് ചേച്ചി, അതും കൂടെ കേട്ടില്ലേ, നാഴിക്ക് 40 വട്ടം കിച്ചു എന്റെ മോനാണ് എന്നാണ് രേണുസുതി പറയാറ്. അങ്ങനെ ഒരു മോനെ പറ്റി ഇത്തരം ഒരു വൃത്തികെട്ട അലിഗേഷൻ ആങ്കർ ചോദിച്ചപ്പോൾ അവരുടെ പ്രതികരണ രീതി എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, വിറഞ്ഞു കയറി. അപ്പോൾ നിങ്ങൾ കിച്ചുവിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. രേണുസുതി തന്നെയാണ് ഓരോ കുടുംബ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലോട്ട് വലിച്ചഴക്കുന്നത്. അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ മാത്രമാണ് കിച്ചു അവന്റെ വീഡിയോസിലൂടെ നൽകുന്നത്. ഇപ്പൊ സബ്സ്ക്രിപ്ഷന്റെ കേസ് ആണെങ്കിലും കിച്ചു രേണുസുതിയെ എതിർത്തു. അത് രേണുസുതി വേറൊരു രീതിയിൽ വളച്ചൊടിച്ചു. അതായത് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ മെസ്സേജ് അയച്ചത് എന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു സംശയം, ആങ്കർ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ രേണുസുതിയുടെ പ്രതികരണ രീതി ശ്രദ്ധിച്ചില്ലേ? പൊട്ടി അങ്ങോട്ട് ചിരിക്കുകയാണ്. അങ്ങോട്ട് കാശ് കൊടുത്ത് ചോദിപ്പിച്ചതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒരു അലിഗേഷൻ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ അവർക്ക് റിയാക്ട് ചെയ്യാനുള്ള ഒരു വിഷയമായി അവിടെ മാറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ കർണത്തടിച്ച് ആരും മറുപടി കൊടുക്കുള്ളൂ. കാരണം മക്കളെ നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ച അമ്മമാര് ചെയ്യുന്നത് അങ്ങനെയാണ്. എന്തായാലും ഇവർ ചെയ്യുന്ന പ്രവൃത്തി സ്വന്തം വീട്ടിലെ കണ്ടന്റ് വെച്ച് തന്നെ അലിഗേഷൻസ് പരത്തി കാശുണ്ടാക്കുന്നു. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.